ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് തുഷാരം ബ്ലോഗ്സ് എത്തിയിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. എല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒപ്പം തന്നെ തുഷാരം ബ്ലോഗ്സ് സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വീട്ടുവളപ്പിലെ പുല്ലുവെട്ടൽ, അതാണ് ഇന്നത്തെ വിഷയം. അപ്പം അധികം സമയം കളയാതെ നമുക്കിത് തുടങ്ങാം. നമ്മുടെ വീഡിയോ കൂടി വന്നാൽ ഒരു 4 മിനിറ്റ്, 3.25 മിനിറ്റ്, 4 മിനിറ്റേ ഉള്ളൂ. നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ ചുറ്റുമൊക്കെ പുല്ലുകളും അതുപോലുള്ള ആവശ്യമില്ലാത്ത മറ്റ് ചെടികളും ഒക്കെ വളരുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് കൊതുക് വർദ്ധിക്കുന്നുണ്ട്, പിന്നെ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇതൊക്കെ ഇല്ലാതാക്കാൻ നമ്മൾ കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ വലിയ വിഷമമില്ലാതെ ഈ പുല്ലുകളൊക്കെ നമുക്ക് സ്വന്തമായി വെട്ടിമാറ്റാൻ കഴിയും. കാശ് മുടക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം ഒരു വീട്ടിലൊരു പുല്ല് വെട്ടുകാരനെ വിളിക്കുകയാണെങ്കിൽ നല്ലൊരു കാശ് കൊടുക്കണം, അത് മിഷൻ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ. ഇവിടെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഇതിന് നമുക്ക് വളരെ ചെറിയൊരു ടൂള് മാത്രം മതി. ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ ആവശ്യത്തിന് നീളമുള്ള ഒരു ഇരുമ്പ് പട്ടയെടുത്ത് അതിൻ്റെ ഒരു ഭാഗം ഇംഗ്ലീഷിലെ അക്ഷരമായ എൽ ആകൃതിയിൽ വളയ്ക്കുന്നു നമ്മൾ. മറ്റേ അറ്റത്ത് ചെറിയൊരു പിടിയും, അതായത് കൈ അത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര മാത്രം മതി. ഞാൻ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 1-2 ദിവസം ഇതുപോലെ പരിശ്രമിച്ചാൽ മാത്രം മതി. ഇതേ രീതിയിൽ പുല്ല് വെട്ടിപ്പടിക്കാൻ എല്ലാവർക്കും കഴിയും. പുല്ല് വെട്ടിപ്പടിക്കാൻ എല്ലാവർക്കും അത് കഴിയും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. ഈ ഒരു ടൂള്, നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചൊരു ടൂൾ ഉണ്ടാക്കാൻ കേവലം 100-150 രൂപയുടെ ചിലവ് മാത്രമേ ഉള്ളൂ. ഇതായിപ്പോൾ ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ടൂൾ ഉണ്ടാക്കാൻ. ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ആ ഇൻഡസ്ട്രിയലുകാരനോട് പറഞ്ഞാൽ അദ്ദേഹം ഇതുപോലുള്ള ഒരു പട്ട എടുത്തിട്ട് നമുക്ക് വളച്ച് അതിൻ്റെ ഒരു ഭാഗം എല്ലാ ആകൃതിയിലാക്കി തരികയും മറ്റേ ഭാഗത്ത് ഒരു പിടി വെച്ച് തരികയും ചെയ്യും. പിന്നെ കുറച്ചൊന്ന് മൂർച്ചയാക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇതൊരു മൾട്ടിപർപ്പസ് ആണ് കേട്ടോ. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൾട്ടിപർപ്പസ് ആണിത്. അതായത് നമ്മൾ സ്വയം ഇത് ചെയ്യുമ്പോൾ അത് നമുക്ക് വലിയൊരു വ്യായാമമാകുന്നുണ്ട്. എപ്പോഴും കൈ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നല്ലൊരു വ്യായാമമാകുന്നുണ്ട്. പ്രത്യേകിച്ച് കാലത്ത് എക്സർസൈസൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമ്മൾ ഇതിന് ഏർപ്പെടുകയാണെങ്കിൽ നല്ലൊരു വ്യായാമമാകും ഫസ്റ്റ്ലി. രണ്ടാമത്തത്, കാശ് ചിലവ് ഇതിനില്ല. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ ഒരു പുല്ല് വെട്ടുകാരനെ വിളിക്കുകയാണെങ്കിൽ കാശ് ചിലവുണ്ട്. ഇതിനൊരു കാശ് ചിലവില്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. മൂന്നാമതായിട്ട്, ഇപ്പോഴ് നമ്മൾ തെങ്ങിനെല്ലാം തടെടുത്തുകൊണ്ടിരിക്കുകയാണ്, എടുക്കുന്ന കാലമാണ്. തെങ്ങിന് തടെടുത്ത് അതിനകത്ത് വളമൊക്കെ ചേർക്കുന്ന കാലമാണ്. ഇതുപോലെ വെട്ടിവെച്ച പുല്ലും മറ്റ് ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ വലിച്ച് നമുക്ക് ആ തെങ്ങിൻ തടത്തിലിട്ടാൽ അതിന് വളം കൂടി ആവുന്നുണ്ട്. പിന്നെ വീടും പരിസരവും നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കഴിയും. ഈ വീടും പരിസരമൊക്കെ വൃത്തിയായി കിടക്കുകയാണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ എന്താ ഉണ്ടാവുക? നല്ല സുഖമല്ലേ അതൊക്കെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും.